ഒരു സംഭവം കാണണം. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? ധ്യാന് ഇപ്പൊ നല്ല മാർക്കറ്റാണ്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ ധ്യാൻ ഇറങ്ങി ഒരു പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പടം വേറെ ലെവൽ പ്രൊമോഷൻ ആവും. എല്ലാരും പറയുന്നുണ്ട്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷൻ തന്നെ ആളുകളൊക്കെ പറഞ്ഞത് നീ കാര്യം പറടാ കുട്ടാ. വിനീത് വന്ന് സംസാരിക്കുന്ന സമയത്തും ശരിക്കും ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, വിനീത് എന്തിനാ കഷ്ടപ്പെടുന്നത്, അധ്യാപനം പോരെ. എടാ നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. അതേപോലെ ഞാൻ ഡിജോയോട് ചോദിക്കുന്നത്, ഡിജോ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്, ഇറക്കി വിട്, ധ്യാനെ ഇറക്കി വിട്. അല്ല, ധ്യാനെ ഇറക്കി വിടുന്നുള്ളത് പോയിന്റ് ആണ്. പക്ഷെ ഈ ഓരോ സിനിമയ്ക്കും ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഓ എന്താ സംഭവം? പറ കേക്കട്ടെ, കേട്ടാ മനസ്സിലാവും. പറയാം. ധ്യാൻ ഇപ്പോഴും പറയപ്പെടുന്ന ഇന്റർവ്യൂ സ്റ്റാർ ആണ്. അതാണല്ലോ ഇതിന്റെ ഒരു റീസൺ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആസ് എ പേഴ്സൺ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല, ഈസ് വൺ ഓഫ് എ കിഡിലും പെർഫോമർ ആണ്. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തത് കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടന്നെ. ഈ മലയാളി ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞ ധ്യാനിന് പകരം വേറൊരു ഓപ്ഷൻ ഇല്ല. കേട്ടല്ലോ, നിന്നേക്കാൾ മിടുക്കുള്ളവർ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നെ മനസ്സിൽ അദ്ദേഹം ധ്യാൻ ഒരു കിടിലൻ ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയൊക്കെ വഴിയില്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. വരുമോ